നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പരീക്ഷാ നടത്തിപ്പിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് നടപടികൾ സ്വീകരിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. സാങ്കേതിക വിദഗ്ധൻ നന്ദൻ നിലേകനിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതാധികാര കർമ്മസമിതിയെ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻ ISRO ചെയർമാൻ എസ് സോമനാഥ്, മുൻ IB ഡയറക്ടർ തപൻ ഡേക്ക, IIT മദ്രാസ് ഡയറക്ടർ V കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരടങ്ങുന്നതാണ് സമിതി. ഈ ടാസ്ക് ഫോഴ്സിന്റെ ചുമതല നന്ദൻ നിലേകനിയിലേക്ക് വെറുതെ എത്തിയതല്ല. ഇന്ത്യയുടെ സാങ്കേതിക വിദ്യാധിഷ്ഠിത പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയ അനുഭവമാണ് നന്ദൻ നിലേകനിയെ ടാസ്ക് ഫോഴ്സിന്റെ അധ്യക്ഷനാക്കുന്നതിന് പ്രധാന കാരണം. അതിൽ തന്നെ എടുത്തു പറയേണ്ടുന്നതാണ് രാജ്യം മുഴുവൻ ആധാർ നടപ്പാക്കുന്നതിലെ അദ്ദേഹത്തിന്റെ സാങ്കേതിക വൈദഗ്ധ്യം. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്താണ് സബ്സിഡി പദ്ധതികൾ കാര്യക്ഷമമാക്കുന്നതിനായി ഒരു ദേശീയ തിരിച്ചറിയൽ നമ്പർ എന്ന ആശയം ഉയർന്നു വന്നത്. 2009 ജനുവരിയിൽ പ്ലാനിംഗ് കമ്മീഷന് കീഴിൽ UIDAI രൂപീകരിക്കപ്പെടുകയും ആധാർ എന്ന് പിന്നീട് അറിയപ്പെട്ട ഈ പദ്ധതിയുടെ നിർവഹണത്തിനായി അതേ വർഷം ജൂണിൽ നിലേകനി ചുമതലയേൽക്കുകയും ചെയ്തു. ഈ ചുമതലയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖകൾ നൽകിക്കൊണ്ട് അദ്ദേഹം പദ്ധതി വിഭാവനം ചെയ്യുക മാത്രമല്ല, അത് വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു. ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ആധാർ പദ്ധതി ഒരു രാജ്യം ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഏറ്റവും ബൃഹത്തായ ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖകളിലൊന്നായി അടയാളപ്പെടുത്തുന്നു. 1985 ബംഗളൂരുവിൽ ജനിച്ച നിലേകനി ബോംബെ IITയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. 1981 NR നാരായണമൂർത്തി അടക്കമുള്ള 6 പേരുമായി ചേർന്നാണ് ഇൻഫോസിസിന് തുടക്കമിട്ടത്. 2002 മുതൽ 2007 വരെ ഇൻഫോസിസ് CEO ആയിരുന്ന അദ്ദേഹം പിന്നീട് കമ്പനിയുടെ ചെയർമാനായി. 2009 ഇൻഫോസിൽ നിന്ന് മാറിയാണ് അദ്ദേഹം ആധാർ പദ്ധതിയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതികളിലൊന്നായ ആധാറിന് രൂപം നൽകുന്നതിലും അത് നടപ്പാക്കുന്നതിലും അദ്ദേഹത്തിന്റെ ഈ ചുമതല ഏറെ പങ്കുവഹിച്ചു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളുടെ വളർച്ചയ്ക്ക് നിലേകനി നിർണായക സംഭാവന നൽകി. 2019 ഡിജിറ്റൽ പേയ്മെന്റുകൾ വ്യാപകമാക്കുന്നതിനുള്ള റിസർവ് ബാങ്ക് സമിതിയുടെ അധ്യക്ഷനായിരുന്നു. രാജ്യത്തെ ഡിജിറ്റൽ പൊതുമേഖലാ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, നികുതി സംവിധാനങ്ങളിലെ സാങ്കേതിക പരിഷ്കാരങ്ങൾ തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. UPI സാങ്കേതിക വിദ്യയുടെ വികസനം, GST, ഡിജിറ്റൽ ഘടനയ്ക്ക് വഴിയൊരുക്കിയ ടെക്നോളജി അഡ്വൈസറി ഗ്രൂപ്പ് ഫോർ യൂണിക് പ്രോജക്ട്, RBIയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സമിതി തുടങ്ങിയവയിലെല്ലാം നിലേകനിയുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. സുപ്രീം കോടതിയുടെ AI സമിതിയിലും G20 ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ടാസ്ക് ഫോഴ്സിലും അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്നു. ഊർജ്ജ മേഖലയിലെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള ഇന്ത്യ എനർജി സ്റ്റാക്ക് ടാസ്ക് ഫോഴ്സിന്റെ ചീഫ് മെൻഡറായും അദ്ദേഹം ചുമതല വഹിച്ചു. പരീക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിലേകനിക്ക് മുൻപരിചയമുണ്ട്. 2018-2019 കാലഘട്ടത്തിൽ SSC പരീക്ഷാ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സമിതിയിലും നിലേകനി അംഗമായിരുന്നു. വലിയ അളവിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കേണ്ടി വരുന്ന വൻകിട പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയ അനുഭവ സമ്പത്താണ് പരീക്ഷാ പരിഷ്കരണ ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ 2017 CGL, CHSL പരീക്ഷകളിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി രൂപീകരിച്ച 7-അംഗ സമിതിയിലും അദ്ദേഹം അംഗമായിരുന്നു. രാജ്യത്തെ പരീക്ഷാ സംവിധാനത്തിൽ വിശ്വാസം വീണ്ടെടുക്കുക എന്നതാണ് പുതിയ ടാസ്ക് ഫോഴ്സിന്റെ പ്രധാന ലക്ഷ്യം. പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള സ്ഥാപനങ്ങളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, വരാനിരിക്കുന്ന പരീക്ഷകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ നിർദ്ദേശിക്കുക, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ തടയാൻ സമഗ്രമായ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുക എന്നിവയാണ് സമിതിയുടെ പ്രധാന പരിഗണനകൾ. പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ സുതാര്യവും സുരക്ഷിതവും ഭാവിക്കനുസൃതവുമാക്കാൻ അത്യാധുനിക സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതും ടാസ്ക് ഫോഴ്സ് പരിശോധിക്കും. ആധാറും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളും പോലുള്ള വലിയ തോതിലുള്ള സാങ്കേതിക പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയ നിലേകനിയുടെ അനുഭവം പരീക്ഷാ പരിഷ്കാരങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ.